എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കുഞ്ഞു പത്രവായനയിൽ വലിയ നേട്ടത്തെ പറ്റിയാണ്. എല്ലാ നല്ല ശീലങ്ങൾക്കും രൂപം കൊടുക്കേണ്ടത് വളരെ കുഞ്ഞു പ്രായത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ കുഞ്ഞു പ്രായത്തിൽ അവർക്ക് അക്ഷരമൊന്നും അറിയാൻ പാടില്ല, പിന്നെ ഇവരെങ്ങനെ പത്രം വായിക്കുന്നൊരു സംശയം തോന്നും. പക്ഷേ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി മുതിർന്നവരാണ് പത്രം വായിച്ചു കൊടുക്കേണ്ടത്. അതിന് തുടക്കമിടേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ വീട്ടിലിപ്പോൾ അച്ഛനമ്മമാർക്കൊക്കെ വലിയ തിരക്കുള്ളവരാണെങ്കിൽ അവർക്ക് അതിന് സമയം കിട്ടിയില്ലെങ്കിൽ അധികം തിരക്കില്ലാത്ത അച്ചാച്ചനോ അമ്മാമ്മയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അവർക്കിത് ചെയ്യാം. കൃത്യസമയം ഒന്ന് നോക്കിയിട്ട് വേണ്ട, ഒരു 20 മിനിറ്റ് നേരം സൗകര്യപ്പെടുന്ന സമയം നോക്കി ആ കുഞ്ഞിനെ അടുത്തിരുത്തി പത്രം മുഴുവനായിട്ട് വായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിലെ പല ചിത്രങ്ങളുണ്ടാവും, പല പ്രശസ്തരായ വ്യക്തികളുടെയും സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കാണിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ച് അവരെ പറഞ്ഞു കൊടുക്കുക. ഞങ്ങളുടെ അംഗൻവാടിയിൽ ഞങ്ങളിത് ഒരു ദിനചര്യ എന്ന പോലെ അത് ചെയ്തിരുന്നു. ഞാൻ മലയാള മനോരമ പത്രമാണ് വായിച്ചു കൊടുത്തിരുന്നത്. അത് കുട്ടികളെല്ലാം വന്ന് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിജ്ഞയുണ്ട്. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ പ്രതിജ്ഞ ആളുടെ വാക്കുകൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റേതായിട്ട് കുറച്ച് സെൻറ്റൻസ് കൂടി ഞാൻ അത് ചേർത്തിട്ടാണ് പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നത്. അതിങ്ങനെയാണ്: ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. മലയാളം എൻ്റെ മാതൃഭാഷയാണ്, അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. മദ്യവും മയക്കുമരുന്നുകളും ഞാൻ ഉപയോഗിക്കുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുകയില്ല. നന്മകൾ ചെയ്ത് ഞാൻ ജീവിക്കും. ഇതാണ് ആ പ്രതിജ്ഞ. ഇതിന് ശേഷമാണ് പത്രവായന. അപ്പോൾ ഇത് പതിവായതുകൊണ്ട് കുട്ടികൾ എന്നും ഇത് കഴിയുമ്പോൾ തന്നെ താഴെ ചെന്നിരിക്കും. ടീച്ചറെ പത്രം വായിക്കേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും പത്രം എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത വീടുകളിൽ നിന്നായിരിക്കും വാങ്ങിക്കണത്. അപ്പോൾ ചിലപ്പോൾ അത് കേരള കൗമുദി ആയിരിക്കും, ചിലപ്പോൾ മാതൃഭൂമി ആയിരിക്കും. അപ്പോൾ തന്നെ അവർക്കറിയാം ടീച്ചറിന്ന് പത്രം കൊണ്ടുവരാൻ മറന്നുപോയി, ഇത് മലയാള മനോരമ അല്ലല്ലോ എന്ന്. അങ്ങനെ ഇരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ കുട്ടികൾ ഒരുപാട് പൊതുവിജ്ഞാനമുള്ളവരായിട്ട് മാറി. ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാവുന്നു. പലരും ഈ പത്രവായന വന്ന് കണ്ടിട്ടുള്ള പല രക്ഷിതാക്കളും അല്ലാതെയും പലരും ഇത് കണ്ടിട്ടുണ്ട്. അവരെല്ലാം നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അതിൽ നിന്നും ഈ പത്രവായനയിൽ കൂടി തന്നെ ഞങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങളുണ്ടായിട്ട് നല്ല അഭിമാനകരമായ മുഹൂർത്തങ്ങൾ, സന്തോഷ നിമിഷങ്ങളൊക്കെ ഇതിലൂടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷമായിരുന്നു. മനസ്സിൻ്റെ സംതൃപ്തിയും, പിള്ളേർ ഒരുപാട് അറിവുള്ളവരായിട്ട് മാറണം. ആദ്യം ഞങ്ങൾ പത്രം വായിക്കാൻ തുടങ്ങിയത് അന്ന് എറണാകുളം ജില്ലാ കളക്ടറായിട്ട് രാജമാണിക്യം ചുമതലയേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പത്രവായന തുടങ്ങിയത്. അന്ന് പത്രം വായിച്ച് നമ്മുടെ കളക്ടർ ഇതാണ് പടമൊക്കെ കാണിച്ചു കൊടുത്ത്, പത്രത്തിൽ കളക്ടറെയൊക്കെ കാണിച്ചു കൊടുത്ത് പേര് രാജമാണിക്യം എന്നാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പഠിച്ച് ഇവരെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം കളക്ടർ രാജമാണിക്യമെന്ന്. തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രതികരണം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഒരു കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് രാവിലെ വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, ടീച്ചറെ ഇപ്പോൾ കുട്ടികൾ അച്ഛനമ്മമാരെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടാ. കളക്ടർ ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. എൻ്റെ മോള് വന്നാണ് പറഞ്ഞതെന്ന് ജില്ലാ കളക്ടർ രാജമാണിക്യമാണെന്ന്. അത് നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കുട്ടിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ കളക്ടർ രാജമാണിക്യമാണ്, ഇവൻ വന്ന് പറഞ്ഞല്ലോ രാജമാണിക്യമാണെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പോടേക്കെ വന്നു, രാജമാണിക്യം അതൊരു സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞു കളക്ടർ രാജമാണിക്യം തന്നെയാണ്. അങ്ങനെ പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊരു പത്രവായന ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോഴും പലരും പറയും, നിങ്ങൾ അംഗൻവാടിയിൽ പത്രം വായിക്കണ്ടല്ലേ, നല്ല കാര്യമുണ്ടത്, നല്ല അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. പത്രം വായന മാത്രമല്ല, അതിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചിത്രത്തോടുകൂടി വെട്ടിയെടുത്ത് ഒരു ആൽബം ഉണ്ടാക്കി പത്രവായന ആൽബം എന്ന് പറഞ്ഞ് തയ്യാറാക്കി വെച്ചിരുന്നു. അത് ഇടനേരങ്ങളിലൊക്കെ ഇടയ്ക്ക് അവരൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. പ്രധാനപ്പെട്ട വ്യക്തികളെയും സംഭവങ്ങളെയും സ്ഥലങ്ങളെയൊക്കെ അവർ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങി. ഒരുപാട് അറിവുള്ളവരായിട്ട് അവർ മാറി. അങ്ങനെ വീട്ടിൽ ചെന്നും കുഞ്ഞുങ്ങൾ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് പത്രം വായിക്കണം എന്ന് പറയും. പിന്നെ ഒരു ദിവസം ഞാനൊരു കുട്ടിയുടെ വീട്ടിൽ വിസിറ്റിന് പോയപ്പോൾ അന്ന് അവൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ
അസുഖമായതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ അവൻ എന്നെ കണ്ട ഉടനെ പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ നമുക്ക് പത്രം വായിക്കുന്നു. ഞാൻ പത്രം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒപ്പം ഇരുന്ന് കുറച്ച് നേരം പത്രം വായിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അമ്മമാർ കുട്ടികളെ അംഗൻവാടിയിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞ് അവർ LKG പോകുമല്ലോ. പോണതിന് മുമ്പായിട്ട് നമ്മളൊരു ചടങ്ങൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അമ്മമാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞ് അംഗൻവാടിയിൽ വന്നതിന് ശേഷം എന്തെല്ലാം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശമായാലും എല്ലാ കാര്യങ്ങളും പറയണം, സത്യസന്ധമായിട്ട് എല്ലാവരും പറയണമെന്ന് പറഞ്ഞാൽ ആരും പറയാൻ തയ്യാറാവില്ല. അപ്പോൾ ഞാൻ ഒരു നോട്ട്ബുക്ക് കൊടുത്തിട്ട് അവരോട് എല്ലാം ഇതിൽ എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ അമ്മമാരും അവരവരുടെ അഭിപ്രായം എഴുതി. പക്ഷേ അതൊക്കെ ഞാൻ നോക്കിയപ്പോഴും എനിക്ക് വലിയ അഭിമാനമാണ് തോന്നിയെന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും ഈ പത്രവായനയുടെ പ്രാധാന്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിർത്തരുത്, അതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഉള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആ സമയം CDPO ആയിരുന്ന മിനി സാറ് ഞങ്ങളുടെ അംഗൻവാടി വിസിറ്റ് ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സാറ് കണ്ടിട്ട് സാറ് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ പത്രവായന ആൽബവും അമ്മമാരെഴുതിയ ബുക്കും ഓഫീസിൽ പ്രോജക്റ്റ് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണത് ഓഫീസിൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ കൊണ്ടുവരുന്നു. അങ്ങനെ സാറ് എല്ലാ വർക്കേഴ്സിനെയും കാണിച്ച് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ നമുക്കെന്നും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പല പല അനുഭവങ്ങൾ നമുക്ക് ഇനിയും പറയാനുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ല സന്തോഷകരവും അഭിമാനകരവുമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. ഒരു മാസമെങ്കിലും ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നേരിട്ട് അറിയാൻ കഴിയും. മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി വളരെ വലുതായിരിക്കും. കുഞ്ഞുങ്ങൾ ഒരുപാട് അറിവുള്ളവരാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നന്നായിരുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പുണ്യപ്രവൃത്തിയായി മാറും.